ഫ്രണ്ട്സ്, നമുക്കിന്ന് വലയിടാൻ പോവാം. വലയിടാൻ പോകുന്നതിന് പ്രത്യേക കാരണമുണ്ട്. തണ്ണീർമുക്കം ഷട്ടർ ഇന്ന് തുറന്ന ദിവസമാണ്. അപ്പോൾ നല്ല ഏറ്റമാണ്. നല്ല ഏറ്റം ആണെന്ന് പറഞ്ഞാൽ ഏറ്റം നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ ഒഴുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഏറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ നല്ല സമയത്താണ് ഒന്ന് വലയിടാൻ പോകുന്നത്. എല്ലാം കിട്ടുമോ ഇല്ലെന്ന് നോക്കാം. മീൻ കിട്ടാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പോകുന്നത്. നമുക്ക് ഏതായാലും പോയി ഒന്ന് നീട്ടി നോക്കാം, വലയിട്ട് നോക്കാം. ഒരു 12 കാലമായിട്ടുണ്ട്. ഏതായാലും നമുക്കൊന്ന് പോയി നീട്ടി നോക്കാം. ഒത്തിരി ദിവസമായില്ലേ നമ്മൾ വലയിട്ടിട്ട്. ഇന്ന് പോയി ഒന്ന് വലയിടാം. അപ്പോൾ ഈ തണ്ണീർമുക്കം ഷട്ടർ തുറന്നതും കൊണ്ടാണ് നമ്മൾ ഈ സമയത്തൊന്ന് വലയിടാൻ പോകുന്നത്. ഒഴുക്ക് ആകാൻ പോവുകയാണ്. വാ പോവാം. നേരിയ ഒഴുക്കുണ്ട്, ചെറിയ ഒഴുക്കുണ്ട്. അങ്ങനെ നമുക്ക് പോയി വലയിടാം. അപ്പോൾ വലയിന്ന് വെള്ളം ഉണങ്ങിയിരിക്കുന്നതല്ലേ, ഒന്ന് നനയ്ക്കുകയായിരുന്നു. നമുക്ക് വലയിടാം. ഇങ്ങനെ നമ്മൾ വലയും കൊണ്ട് ഇടുക. രാത്രിയിലായതുകൊണ്ട് വീഡിയോ അത്രയും ക്ലിയർ ആകത്തില്ല. എന്നാലും നമ്മൾ വല ഇടുക. നമ്മൾ ഒരു വല ഇട്ട് കഴിഞ്ഞ് നമുക്ക് നോക്കാം മീൻ വല്ലതും മുടക്കുമോ ഇല്ലെന്ന്. നമ്മൾ ആ ഒരു വല ഇട്ട് ഒരു വലയോടെ നമുക്കിടാം. വീട്ടിൽ പോയി വലയെടുത്ത് ഒരു വലയോടെ ഇടാം. ഇത് നമ്മൾ ഇടാൻ പോകുന്ന വല 70 mm ആണ്. മറ്റേ നമ്മൾ ആദ്യം ഇട്ട വല 65. ഇത് 70 mm. നമ്മൾ ഈ വല കരയ്ക്ക് എറമ്പിലൊരു കുറ്റിയെ കെട്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഇത് ഒത്തിരി നാളായി നമ്മൾ ഇടാഞ്ഞുകൊണ്ട് ഉടക്കൊക്കെ ഉണ്ട്. സാരമില്ല, എറമ്പിലല്ലേ. അത് ഈ വല ഇങ്ങനെ അങ്ങോട്ട് നമുക്കിടാം. ഈ വലയെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമുക്ക് വലയിട്ടിട്ട് കുറച്ച് സമയമായി. നമുക്ക് പോയി വലയെടുക്കാം. ഇറക്കം ചെറുതായിട്ട് പടിഞ്ഞാട്ട് വലിയാൻ തുടങ്ങി. നമുക്ക് പോയി വലയെടുക്കാം. കാര്യം നമ്മൾ ആറിന് അക്കരെ ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇറക്ക വലിവ് ഭയങ്കരമായിട്ടുള്ള വലിവായിരിക്കും. ഏറ്റത്തിന് കണ്ടമാനം വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഇറക്ക വലിവ് ഉണ്ടാകും. വല നിൽക്കത്തില്ല, ഒഴുകി പോവും. അപ്പം നമുക്ക് പോയി വലിക്കാം. വാ, നമ്മൾ വല കിടക്കുന്ന സ്ഥലത്ത് വന്ന് വല വലിക്കാം. നമുക്ക് നിങ്ങളുടെ പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. നോക്കാം. ഉണ്ട്, തുളിയുണ്ട്. വേണ്ട, തുളി ഒത്തിരി ഉണ്ട് കേട്ടോ. തുളിയാ. മുഴുവൻ തൂളിയ. നിറച്ച് തുളിയാണ്. ഇത് 2 കുറുവായ. വലയുടെ പക്ക് ശരിയാകുന്നില്ല. നിറച്ച് തൂളിയ. ഇത് കുറുവായ.
കുറുവായി കൊണ്ട് തൂളിയാണ്, കൂടുതലും തൂളിയാണ് കിട്ടുന്നത്. നല്ല മുഴുത്ത തൂളിയും കുറുവായോ. ഒരു കൊച്ചു മീനുണ്ട്. മഞ്ഞക്കുരി, എന്താ മഞ്ഞക്കുരി. ഇത് ഭയങ്കര തൂളിയാണ്. ചുരുക്കം പറഞ്ഞ ഇപ്പം വലയില്ല. ഓ, മാറിക്കിടല. നമ്മുടെ കണക്കൂട്ടിൽ തെറ്റിയില്ല. ഇത് ഭയങ്കര തൂളിയാണ്. ഇതുണ്ടോ? ഈ വല നിറച്ച് തൂളിയ. ഒരു ഉടക്കമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറുവായ. തീരാറായി. തീർന്നു. അയ്യോ, ഇരിക്കുന്നത് നിറച്ച് മീനാണ്. ഇപ്പൊ നമ്മൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. നമുക്ക് അടുത്ത വലയൊക്കെ എടുത്തിട്ട് പോവാം. അടുത്ത വല നമ്മളെ 70 mm ആയതുകൊണ്ട് ചെറിയ മീനൊന്നും ഇതിൻ്റെക്കാട്ടി വലിയ മീനെ ഏതാ കിട്ടത്തുള്ളൂ. ആ ഉടക്കൊരെണ്ണം കയറി വന്നില്ലായിരുന്നു, അത് നമ്മളെടുത്ത് മാറ്റുക. ഓട്ടെ, ഈ വല നമ്മളങ്ങോട്ട് കെട്ടി മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് അടുത്ത ഒരു വല ഇട്ടിട്ടുണ്ടല്ലോ, അത് നമുക്ക് വലിക്കാം. അടുത്ത വലയൊന്ന് വലിക്കാം. കിഴക്കൊന്നുമല്ല, കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇതേ വലിയ മീൻ മാത്രമേ കിട്ടത്തുള്ളൂ. വല 70 mm ആയതുകൊണ്ട് സാധാരണപ്പെട്ട മീനൊന്നും ഇതേ കിട്ടത്തില്ല. നോക്കാം. മഞ്ഞക്കുരി ആദ്യം കിട്ടി. ഉണ്ട്, മീനുണ്ട്. ഭയങ്കര ഉറുവായ. ഉമ്പടോ, ഈ കുറുവായുടെ വലുപ്പമുണ്ടോ? തൂളിയ ഒരു ഉടക്ക.
വലിയ ഭയങ്കര തൂളിയായത് ഇത് കിട്ടുന്നത്. ഞാൻ വരുന്നുണ്ട്. വേണ്ട, എല്ലാ ദിവസവും വലയിടാൻ പോയിട്ടുണ്ട്. ഈറോ അവിടുന്ന് ഇങ്ങനെ ഒങ്ങി വരുന്ന അവിടെ ഒരെണ്ണം പൊട്ടിച്ചു പോയി. വലിയ ഭയങ്കര തുളിയാണ്. അത് ഇവിടെ ഒരു ചെറിയ നന്ദനാണ്. ഓ, മീൻ കിട്ടാതിരുന്ന് നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പം ഉണ്ടോ. കൊള്ളാം. ഈ വല നിറച്ച് മീന. പിന്നെയും തൂളി തന്നെ. ഇവിടുത്തെ എല്ലാം വലിയ ഭയങ്കര തൂളിയാണ്. വള്ളം തന്നെ. ഈ വലയില്ലല്ലോ, വലയുടെ ഓരോ കണ്ണിക്ക് അനുസരിച്ച് മീന. വല വലിച്ച് തീരുക. തീർന്ന വല. ഒരു ചെറിയ ഉടക്ക് വന്നിട്ടുണ്ട്, അതെടുത്ത് വല നമ്മൾ മൊത്തം എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ വീട്ടിൽ കടലിട്ടെടുത്ത് കരയ്ക്ക് ഇറങ്ങിയിട്ട് കരയ്ക്ക് വെച്ച് ഈ മീൻ എടുക്കാം. അല്ല, വള്ളത്തെ വെച്ചെടുപ്പ് നടക്കത്തില്ല. നേരെ വീട്ടിലോട്ട് പോകും. വലയെല്ലാം കൂടെ മറ്റേ വലയും കൂടെ ആയിട്ട്
തന്നെ എടുക്കും. ഇത് കറിക്കോട്ടെടുക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഈ നോക്കുന്നത്. ചാക്കയിലോട്ട് ഇങ്ങനെ മറിച്ച് നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് കറിക്കോട്ടെടുക്കാം. അല്ല നടക്കുകയല്ല. ഇനി ഇതെല്ലാം മീൻ എടുക്കാൻ തുടങ്ങാം. അതിന് മുമ്പേ നമുക്ക് ലോലാമ്മ എന്ന് വിളിച്ചോണ്ട് വരാം. ഞാൻ തന്നെ മീൻ എടുക്കാൻ പോയി ഒത്തിരി സമയം എടുക്കും. ലോലാമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആകട്ടെ. നമുക്ക് നേരെ പോയി അവളെ വിളിക്കാം. 5-6 തൂളി 5-6 കുറുവായും ഉണ്ട്. വലയുടെ തുമ്പൊന്നും കിട്ടത്തില്ല. മീൻ മൊത്തം കയറി കുരുങ്ങിയിരിക്കുന്നതുകൊണ്ടേ തുമ്പൊന്നും കിട്ടത്തില്ല. അപ്പം നമുക്കിതെങ്ങനെയെങ്കിലും ആദ്യം ഒരു തുമ്പ് എവിടുന്നെങ്കിലും എടുക്കാം. കുറച്ചേറെ സമയം എടുക്കും ഇത് മീനെടുത്ത് തീരാൻ. ഇനി നമുക്കിത് മൊത്തം ഇതിങ്ങനെ എടുക്കാം. നമ്മൾ വലയിലെ മീനെടുത്ത് തീരുക. ഇതുണ്ടോ, ബക്കറ്റിനകത്ത് മീൻ കൊള്ളാതായിട്ട് നമ്മളിപ്പോൾ താഴോട്ടാണ് ഇടുന്നത്. തീർന്നു. നമുക്ക് കിട്ടിയ മീൻ അത് ഈ വലയൊന്ന് കെട്ടി വെക്കട്ടെ. ഇടിച്ചിട്ട് കാണിക്കാം. ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ്. ബക്കറ്റൊക്കെ നിറഞ്ഞു പോയി. തൂളിയുണ്ട്, കുറുവയുണ്ട്, മഞ്ഞക്കൂരിയുണ്ട്, എല്ലാ സൈസ് മീനും ഉണ്ട്. കണക്കിൽ കൂടുതൽ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം മണി 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെടുത്ത് നേരെ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് രാവിലെ ആവശ്യക്കാർ വരുന്നതനുസരിച്ച് എടുത്ത് കൊടുക്കുക. ഇതേ ഉള്ളൂ ഇതിനകത്തുള്ള മാർഗം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ കമൻറ്റൂടെ പറയണം. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ. അത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ബോക്സ് ബേസിനകത്തോട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം.